ജനുവരി മുതൽ നവംബർ വരെ റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ 2016 മികച്ച 10 സിനിമകളാണ് ഇനി പറയുന്നത്. പാവാട. പൃഥ്വിരാജ്, അനൂപ് മേനോൻ കൂട്ടുകെട്ടിൽ ജി മാർത്താണ്ഡനാണ് പാവാട സംവിധാനം ചെയ്തത്. മിയ, മഞ്ജു വാര്യർ എന്നിവർ നായികമാരായി എത്തിയ പാവാട ജനുവരിയിലാണ് തിയേറ്ററുകളിൽ എത്തിയത്. മണിയൻപിള്ള രാജു ആയിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം. മികച്ച കളക്ഷൻ നേടിയ പാവാട പൃഥ്വിരാജിന് ഹാട്രിക് ഹിറ്റ് നേടിക്കൊടുത്ത സിനിമയാണ്. ആക്ഷൻ ഹീറോ ബിജു. നിവിൻ പോളി പോലീസ് വേഷത്തിൽ എത്തിയ സിനിമയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു. 1983 എന്ന സിനിമയ്ക്ക് ശേഷം എബ്രിൽ ഷൈൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ചിത്രം മികച്ച കളക്ഷനാണ് നേടിയത്. നിവിൻ പോളിയും എബ്രിൽ ഷൈനും ഷിജു തെക്കുംപുറവുമായിരുന്നു നിർമ്മാതാക്കൾ. അനു ഇമ്മാനുവൽ ആയിരുന്നു നിവിന്റെ നായികയായി എത്തിയത്. ഫെബ്രുവരിയിലായിരുന്നു സിനിമ തിയേറ്ററിൽ എത്തിയത്. മഹേഷിന്റെ പ്രതികാരം. ഫഹദ് ഫാസിലിന്റെ ശക്തമായ തിരിച്ചുവരവായിരുന്നു മഹേഷിന്റെ പ്രതികാരം. നവാഗതനായ ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഫെബ്രുവരിയിൽ ആഷിഖ് അബുവിന്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയ മഹേഷിന്റെ പ്രതികാരത്തിൽ ഫഹദ് ഫാസിലിന്റെ നായികമാരായി അനുശ്രീയും അപർണ ബാലമുരളിയുമാണ് അഭിനയിച്ചത്. കലി. ദുൽഖർ സൽമാൻ, സായി പല്ലവി എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി സമീർ താഹിർ ഒരുക്കിയ ചിത്രമാണ് കലി. മികച്ച പ്രതികരണവും കളക്ഷനും നേടിയ സിനിമയിൽ ദുൽഖർ സൽമാൻ മികച്ച അഭിനയം കാഴ്ചവെച്ചിരുന്നു. ജേക്കബിന്റെ സ്വർഗരാജ്യം. നിവിൻ പോളി, വിനീത് ശ്രീനിവാസൻ മാജിക്കിൽ ഹിറ്റായിരുന്നു ജേക്കബിന്റെ സ്വർഗരാജ്യം. തിരക്കഥയും സംവിധാനവും വിനീത് ശ്രീനിവാസൻ തന്നെയായിരുന്നു നിർവഹിച്ചത്. സിനിമയിൽ രഞ്ജി പണിക്കർ ശ്രദ്ധേയമായ ഒരു വേഷം കൈകാര്യം ചെയ്തിരുന്നു. ഹാപ്പി വെഡിങ്. ഒമർ ലുലുവിന്റെ സംവിധാനത്തിൽ വിൽസൺ ജോസഫ്, ഷറഫുദ്ദീൻ, സൗബിൻ എന്നിവരെ നായകന്മാരാക്കി ഒരുക്കിയ മുഴുനീള കോമഡി ചിത്രമായിരുന്നു ഹാപ്പി വെഡിങ്. മെയ് മാസത്തിൽ തിയേറ്ററിൽ എത്തിയ സിനിമ ഗംഭീര കളക്ഷനാണ് നേടിയത്. കമ്മട്ടിപ്പാടം. ദുൽഖർ സൽമാൻ, വിനായകൻ, മണികണ്ഠൻ ഇവരുടെ മത്സരിച്ചുള്ള അഭിനയം തന്നെയായിരുന്നു കമ്മട്ടിപ്പാടം. രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടത്തിന്റെ തിരക്കഥ ഒരുക്കിയത് പി ബാലചന്ദ്രനായിരുന്നു. മെയ്യിൽ റിലീസായി എത്തിയ സിനിമ കളക്ഷന് പുറമെ പ്രേക്ഷക പ്രശംസയും നേടിയിരുന്നു. പ്രേതം. ജയസൂര്യ, രഞ്ജിത്ത് ശങ്കർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ കോമഡി ഹൊറർ സിനിമയായിരുന്നു പ്രേതം. ജയസൂര്യ നായകനായി എത്തിയ പ്രേതത്തിൽ ഷറഫുദ്ദീൻ, ഗോവിന്ദ് പത്മസൂര്യ, അജു വർഗീസ് തുടങ്ങിയവരായിരുന്നു മറ്റു താരങ്ങൾ. ഒപ്പം. മോഹൻലാൽ, പ്രിയദർശൻ കൂട്ടുകെട്ടിൽ സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഒപ്പം. മോഹൻലാൽ അന്ധനായി മികച്ച അഭിനയം കാഴ്ചവെച്ച ഒപ്പം നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും പ്രദർശനം തുടരുകയാണ്. ആന്റണി പെരുമ്പാവൂരിന്റെ നിർമ്മാണത്തിൽ ആശീർവാദ് സിനിമാസിന്റെ ബാനറിലാണ് സിനിമ ഒരുക്കിയത്. പുലിമുരുകൻ. 25 കോടി ചെലവിൽ ടോമിച്ചൻ മുളകുപാടം നിർമ്മിച്ച സിനിമയാണ് പുലിമുരുകൻ. മോഹൻലാൽ പുലിമുരുകനായി എത്തിയ സിനിമ ഇതിനോടകം തന്നെ 115 കോടി കളക്ഷൻ പിന്നിട്ടു. വൈശാഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയുടെ ഫൈറ്റ് സീൻ നിർവഹിച്ചിരിക്കുന്നത് പീറ്റർ ഹെയ്നാണ്. മലയാളത്തിലെ ആദ്യ 100 കോടി കളക്ഷൻ നേടിയ ചിത്രമാണ് പുലിമുരുകൻ. ഒക്ടോബറിലായിരുന്നു സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.